ഗൗതം കഴിച്ചിട്ട് കിടക്ക് പ്ലീസ്. പറയുന്നത് കേൾക്ക്. എന്റെ ദേഹത്ത് തൊട്ട് വരുന്നത് പറഞ്ഞേക്കാം. കലി അടങ്ങിയിട്ടില്ല എനിക്കിതുവരെ. കലി അടങ്ങാൻ എന്താ വേണ്ടത്? എന്നെ ഒന്ന് തല്ലിയ മാറുവോ? എന്നെ ഒന്ന് തല്ലിയ ഗൗതമിന്റെ ദേഷ്യം കുറയുവോ? എങ്കിൽ തല്ലിക്കോ. ദേഷ്യം മാറുന്നത് വരെ തല്ലിക്കോ. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങ്. തല്ല്, എത്ര വേണമെങ്കിലും തല്ലിക്കോ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ നിന്ന് കൊണ്ടോളാം. ഗൗതമിന്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ. എന്നോടുള്ള ദേഷ്യം കുറയട്ടെ. തല്ല് ഗൗതം. നിനക്കിപ്പോ എന്താ വേണ്ടേ? തല്ലണോ? തല്ലട്ടെ ഞാൻ. തല്ലിക്കോ. മതിയാവുന്നത് വരെ തല്ലിക്കോ. സ്വിറ്റ്സർലാൻഡിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുതൽ ഓങ്ങി വെച്ചതാ. അതിപ്പോ അങ്ങ് തന്നേക്കാം. നിന്നെ തല്ലാൻ എനിക്കാവുന്നു തോന്നുന്നില്ല. തല്ലിയാലും കുഴപ്പമില്ല. എന്നോട് പിണങ്ങാതിരുന്നാ മതി. ഗൗതം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം എന്റെ പാതി ജീവൻ പോയിരിക്കുമായിരുന്നു. എന്തായാലും തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്ക്. അതെ, വയറ് വശിക്കുന്നു. നമുക്ക് താഴെ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അതെ, കഴിക്കാനായിട്ട് താഴെ വരെയൊന്നും പോണ്ട. ദേ, എല്ലാം ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടോ? വേഗം പോയി കൈ കഴുകിയിട്ട് വാ. ഓ പിന്നെ ഇപ്പൊ കൈ കഴുകാൻ പോവാ. നീ അവിടെ ഇരിക്കേ. കടിക്കുന്നോ? കാണിച്ചു തരാം.